പഴത്തൊലി വളം ഉണ്ടാക്കി ഉപയോഗിക്കുന്നതിനെ പറ്റി ഞാൻ ഏകദേശം ഒരു കൊല്ലം മുമ്പ് പോസ്റ്റ് ചെയ്തിരുന്നു. അന്ന് അതിൻ്റെ ശാസ്ത്രീയ വശം എനിക്ക് ധാരണ ഉണ്ടായിരുന്നില്ല. തിരഞ്ഞുകൊണ്ടേയിരുന്നു. ഇപ്പോഴാണ് അതിനെപ്പറ്റിയൊരു വിവരണം കിട്ടിയത്. അത് നോക്കാം. പഴത്തൊലി വളം യഥാർത്ഥത്തിൽ ഫെർമെൻറ്റഡ് വാഴപ്പഴത്തൊലി ലായനിയാണ്. പയറ്, മുളക്, തക്കാളി എന്നിവയ്ക്ക് ഉപയോഗിക്കാമെന്ന് പറയുന്നുണ്ട്. വാഴപ്പഴത്തൊലിയിൽ ധാരാളം പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. അത് നമുക്കറിയാലോ, ഫ്രൂട്ട്സിലൊക്കെ പൊട്ടാസ്യം കൂടുതലുണ്ട്. ഇത് ചെടികളിൽ പൂക്കളും കായ്കളും ഉണ്ടാകുന്നതിന് വളരെ പ്രധാനമാണ്. ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിരുന്നു, നൈട്രജൻ കൂടുതലായാൽ പൂക്കളും കായ്കളും ഉണ്ടാകാനുള്ള സാധ്യത കുറയും. പകരം വെജിറ്റേറ്റീവ് ഗ്രോത്താണ് കൂടുതലുണ്ടാവുക, ഇലകളും ആണ് കൂടുതലുണ്ടാവുക. അത് ഞാൻ അവിടെ കണ്ടിട്ടുമുണ്ട്. എനിക്കിവിടെ സ്ഥിര അനുഭവമാണ്. പഴത്തൊലി വളം എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ലായനിയാണ്. അതിനുവേണ്ട ചേരുവകൾ വാഴപ്പഴത്തൊലി 5-6 എണ്ണം, ഏത് തരം വാഴപ്പഴത്തിൻ്റെ ആയാലും മതി. ചെറിയ കഷ്ണങ്ങളാക്കുക. 1 ലിറ്റർ വെള്ളം എടുക്കുക. പിന്നെ അത് പുളിപ്പിക്കാൻ വേണ്ടി 1 സ്പൂൺ പഞ്ചസാരയോ ശർക്കരയോ ചേർക്കുക. ആ ഫെർമെൻറ്റേഷൻ പ്രോസസ്സ് കുറച്ച് വേഗത്തിലാകും. തയ്യാറാക്കുന്ന രീതി നോക്കാം. വാഴപ്പഴത്തൊലി കഷ്ണങ്ങളാക്കിയിട്ട് ഒരു പ്ലാസ്റ്റിക് പാത്രത്തിലോ കുപ്പിയിലോ ഇടുക. അതിലേക്ക് 1 ലിറ്റർ വെള്ളവും 1 ടീസ്പൂൺ ശർക്കരയും പഞ്ചസാരയും ചേർത്ത് നന്നായി ഇളക്കുക. പാത്രം അടച്ച് 5 ദിവസം തണലത്ത് വയ്ക്കുക. ദിവസവും 1 തവണയെങ്കിലും അടപ്പ് തുറന്ന് ഇളക്കി കൊടുക്കുന്ന പാത്രത്തിലെ വാതകം പുറത്തു പോകാൻ സഹായിക്കും. 5 ദിവസത്തിന് ശേഷം ലായനി അരിച്ചെടുത്ത് പഴത്തൊലി കഷ്ണങ്ങൾ മാറ്റുക. ഇപ്പോൾ കിട്ടിയതാണ് നേർപ്പിക്കാത്ത വളം. ഫെർമെൻറ്റഡ് വാഴപ്പഴത്തൊലി വളം നേരിട്ട് ചെടികളിൽ ഒഴിക്കരുത്. അത് നേർപ്പിച്ച ശേഷം മാത്രമേ ഉപയോഗിക്കാവൂ. നേർപ്പിക്കേണ്ട അനുപാതം വളം, അതായത് നേർപ്പിക്കാത്ത ലായനി 1 ഭാഗം, സാധാരണ വെള്ളം 5 മുതൽ 10 ഭാഗം വരെ. ഉദാഹരണത്തിന് 100 ml വളത്തിന് 500 ml മുതൽ 1 ലിറ്റർ വരെ വെള്ളം ചേർക്കുക. ഇനി ചെടികൾക്ക് നൽകേണ്ട വിധം നോക്കാം. പയറ്, മുളക്, തക്കാളി എന്നിവ പൂടുന്ന സമയത്തും കായ്ക്കുന്ന സമയത്തുമാണ് പൊട്ടാസ്യം കൂടുതലായിട്ട് വേണ്ടത്. അത് നേരത്തെ പറഞ്ഞിരുന്നല്ലോ. പയറിനാണെങ്കിൽ 100 മുതൽ 200 ml വരെ നേർപ്പിച്ച ലായനി ഒരു ചെടിക്ക്. പൂടാൻ തുടങ്ങുമ്പോൾ മുതൽ ആഴ്ചയിൽ 1 തവണ. മുളകിനാണെങ്കിൽ 100 മുതൽ 150 ml വരെ നേർപ്പിച്ച ലായനി ഒരു ചെടിക്ക്. പൂക്കളും കായും ഉണ്ടാകുമ്പോൾ ആഴ്ചയിൽ 1 തവണ. തക്കാളിക്കാണെങ്കിൽ 150 മുതൽ 250 ml വരെ നേർപ്പിച്ച ലായനി ഒരു ചെടിക്ക്. പൂവിടുമ്പോൾ ആരംഭിച്ച് കായ്കൾ വലുതാവുമ്പോൾ വരെ ആഴ്ചയിൽ 1 തവണ. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ചെടി ചുവട്ടിൽ മാത്രം, അതായത് നേർപ്പിച്ച ലായനി ചെടിയുടെ ഇലകളിലോ തണ്ടുകളിലോ തളിക്കാതെ ചെടി ചുവട്ടിലെ മണ്ണിൽ ഒഴിക്കുക. രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം വളം നൽകാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണ്. കൂടുതലാകരുത്. ഇത് ലയിപ്പിച്ച വളമായതിനാൽ ചെടിക്ക് ആവശ്യമുള്ളതിലും കൂടുതൽ നൽകിയാൽ ദോഷകരമാവണമെന്നില്ല. എങ്കിലും നിർദ്ദേശിച്ച അളവിൽ നൽകാൻ ശ്രമിക്കുക.